ഇനി ഒരു മുഴുവൻ സഭകൾ തെറ്റായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ക്രൂശിൽ കിടന്ന കള്ളൻ, യേശുക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ട കള്ളൻ സ്നാനപ്പെട്ടില്ല എന്ന്. അത് സ്നാനം എന്ത് എന്ന് അവർക്ക് അറിയാത്തത് കൊണ്ടാണ്. ക്രൂശ്, മരണ, അടക്ക, പുനരുത്ഥാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസ്സാക്ഷിയാണ് സ്നാനം. ഈ കള്ളൻ നോക്കുക, വാസ്തവത്തിൽ സ്നാനം, നമ്മൾ ചെയ്യുന്ന സ്നാനം പ്രതീകാത്മകമായി യേശുവിനോട് കൂടെ പാപമായിട്ട് പറഞ്ഞപേക്ഷിക്കുന്നു, യേശുവിനോട് കൂടെ മരിക്കുന്നു, യേശുവിനോട് അടക്കുന്നു, യേശുവിനോട് ഉയർത്തെഴുന്നേൽക്കുന്നു. ഇതല്ലേ കള്ളൻ ചെയ്തത്? വചനം നോക്കും. ലൂക്കോസ് സുവിശേഷം 23:39. ഒരുവൻ കർത്താവിനെ തള്ളുന്നു, മറ്റവൻ കർത്താവിനെ സ്വീകരിക്കുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു അപമാനിക്കുകയാണ്. അടുത്ത് മറ്റവൻ പശ്ചാത്തലവും മാനസാന്തരം ഉണ്ടാകുന്നത്. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ. കണ്ടോ, ഒരുത്തൻ സ്വീകരിക്കുന്നു, ഒരുത്തൻ തള്ളുന്നു. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. യേശുക്രിസ്തു നീതിമാനാണ്. അവൻ നീതീകരിക്കപ്പെടുകയാണ്. ഒരുവൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയാണ്. അടുത്ത വചനം നോക്കുക. പിന്നെ അവൻ യേശുവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ക്രൂശിൽ കിടക്കുന്നവൻ പാപിയല്ല, മനുഷ്യനല്ല, മറിയയുടെ പുത്രനല്ല. അവൻ രാജ്യത്വം പ്രാപിക്കുമ്പോൾ, സ്വർഗീയടങ്ങളിൽ അവൻ രാജാവായി തിരികെ പോകുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. ഇതല്ലേ സ്നാന സമയത്ത് നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ തെറ്റ് മനസ്സിലാക്കി, ഇവിടെ ഇവനും തെറ്റ് മനസ്സിലാക്കി പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിനോട് മുഖാമുഖം സംസാരിക്കുകയാണ്. പിന്നെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നു. രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. യേശു അവൻ്റെ അപ്പോൾ തന്നെ പാപം മോചിച്ചിട്ടുണ്ടാവും. കാര്യം എന്താ? അവൻ യേശു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. ഞാൻ തന്നെ അവൻ എന്ന് തിരിച്ചറിഞ്ഞു. അവൻ രക്ഷിക്കപ്പെട്ടു. റോമർ 8:9. യേശുവിനെ കർത്താവെന്ന്, യഹോവയായ കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്ന് വിശ്വസിക്കണം. അല്ലാതെ രണ്ടെന്ന് വിശ്വസിക്കുന്നവരൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. കള്ളന് മനസ്സിലായി, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവയാണിതെന്ന് അവന് മനസ്സിലായി. നോക്കൂ, യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. പറുദീസയുടെ വിശുദ്ധന്മാരുടെയാണ്. അവൻ നീതീകരിക്കപ്പെട്ടു, അപ്പോൾ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇനിയാണ് ഇത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ മരിക്കുന്നു, പാപസംബന്ധമായി യേശുവിനോടൊപ്പം മരിക്കുന്നു. റോമറിൽ പറയുന്നത്, നിങ്ങൾ യേശു പാപസംബന്ധമായി മരിച്ചുവെങ്കിൽ പിന്നെ അതിൽ ഈ ബോഡിയിൽ ജീവിക്കാൻ പറ്റില്ല. റോമർ 6. അപ്പോൾ ഇവന് യേശുക്രിസ്തുവിനോട് കൂടെ മരിക്കുന്നുവെങ്കിൽ യേശുക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെടണം. ഇവൻ്റെ കരുത്ത് നോക്കൂ. സ്നാനത്തിനും അടക്കത്തിനും മുമ്പ് മരണം സംഭവിച്ചിരിക്കണം. അല്പം കഴിഞ്ഞ് യേശു പാപസംബന്ധമായി മരിച്ചു. യേശുവിനോടുകൂടെ ഈ ക്രൂശിലെ കള്ളനും മരിച്ചു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി. 9 മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശീല നടുവേ 2ആയി ചീന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങൾ ഏൽപ്പിക്കുന്നതിലെ വിളിച്ചു പറഞ്ഞു. ഇത് നോക്കൂ, കള്ളൻ യേശുവിനോട് കൂടെ തന്നെ മുഖാമുഖം പശ്ചാത്തപിച്ചു, മാനസാന്തരപ്പെട്ടു, പാവയേറ്റ് പറഞ്ഞു ഉപേക്ഷിച്ചു. യേശു മരിച്ചു, അത് കഴിഞ്ഞ് അവനും മരിച്ചു. അത് കഴിഞ്ഞിട്ടോ യേശുവിനെ ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെച്ചു, അവനെയും ക്രൂശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ വെച്ചു, യേശുവിനോട് കൂടെ മടക്കി. ഇപ്പോൾ സ്നാനം യേശുക്രിസ്തു നാമത്തിൽ തന്നെ ചെയ്യണമെന്ന് റോമറിൽ പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:38, 8:16, 10:48, 19:5. ഇതല്ലാതെ റോമർ 6 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ, അവരോടുകൂടെ എന്നല്ല, അവൻ ഏകവചനം, അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അപ്പോൾ അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിലുണ്ടാകും. അപ്പോൾ പുനരുത്ഥാനത്തിൽ ഉണ്ടാവണമെങ്കിൽ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാതെ ഒരു വ്യക്തിയും പുനരുത്ഥാനത്തിൽ ഉണ്ടാവുകയില്ല, പാപം മോചിക്കില്ല, യേശുക്രിസ്തുവുമായി അവർക്കൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഇത്രയും വചനങ്ങൾ, അനേകം വചനങ്ങൾ തെറ്റായി പഠിപ്പിക്കുകയാണ്. ഓക്കെ, ഇത് റോമർ 6 പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു. നോക്കൂ, അവൻ യേശുവിനോട് കൂടെ തന്നെ മരിച്ചു. അങ്ങനെ അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അതാണ് നമ്മൾ സ്നാനത്തിൽ വെള്ളത്തിൽ കൊണ്ട് അടക്കം ചെയ്യുന്നത്. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് പാവയേറ്റ് പറഞ്ഞു ഉപേക്ഷിക്കുമ്പോൾ യേശുവിനോട് കൂടെ പാപസംബന്ധമായി മരിക്കുകയും അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ അടക്കുന്നതിന് തുല്യമായി അടക്കുകയും പിന്നെ നിവർന്നു വരുമ്പോൾ ജീവന്റെ പുതുക്കത്തിൽ പിന്നെ ആത്മാവിൻ്റെ സ്നാനത്താൽ പരിശുദ്ധാത്മാവിനാൽ സകല പാപത്തെയും കത്തിച്ച് കളഞ്ഞ് പരിശുദ്ധാത്മ മുദ്ര ലഭിക്കുന്നവരല്ലാതെ ആർക്കും യേശുക്രിസ്തുവിനോട് ചേരാൻ കഴിയില്ല, ദൈവസഭയുടെ ഭാഗവുമാകില്ല, ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധവുമില്ല. യേശുക്രിസ്തു നാമത്തിൽ തന്നെ സ്നാനപ്പെട്ടിരിക്കണം. മുഴുവൻ സഭകളും പഠിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4:12 പരിശുദ്ധാത്മാവ് പത്രോസിനെ ഉപയോഗിച്ച് പറഞ്ഞപ്പോൾ 4:17-18 മഹാപുരോഹിതന്മാർ വന്ന് പറയുന്ന അപ്പോസ്തലപ്രവൃത്തിയിൽ, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. ഇതല്ലേ എതിർ ക്രിസ്തു പറഞ്ഞത്? ക്രിസ്തു പറഞ്ഞത് നാം ഉപയോഗിക്കണമെന്ന്, എതിർ ക്രിസ്തു പറഞ്ഞത് നാം ഉപയോഗിക്കരുത്. ഇന്നത്തെ എല്ലാ പള്ളികളും നാം യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ടതെന്ന് പറയുമ്പോൾ ഇവർ എതിർ ക്രിസ്തു അല്ലേ? ഇതാണ് യേശു പറഞ്ഞത്, നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെടുന്നു എന്ന്. ഓക്കെ, കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുക. യേശു എങ്കിലും മാത്രമേ പുനരുത്ഥാനത്തിൽ ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു ജീസസ്.